കേരളം ഭരിക്കുന്നത് UDF ആയാലും LDF ആയാലും BJP പ്രവർത്തകർ നേരിടുന്നത് വലിയ ക്രൂരതകൾ. എങ്കിലും അവിടെ നിന്നും ഒരു MPയെ കിട്ടിയെന്ന് നരേന്ദ്രമോദി. ജമ്മു കാശ്മീരിൽ പോലും ഇത്രയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് കേരളത്തെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ടുള്ള മോദിയുടെ ഈ അഭിപ്രായ പ്രകടനം. കേരളത്തിൽ നിന്ന് ഒരു MPയെ ഇത്തവണ നമുക്ക് കിട്ടി. എവിടെയും വിജയ സാധ്യതയുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം കഠിന പരിശ്രമത്തിലൂടെ ഇന്ന് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJP MP ആയെന്നും സുരേഷ് ഗോപിയുടെ പേര് പരാമർശിക്കാതെ മോദി പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയെ പുകഴ്ത്തി മോദി സംസാരിച്ചു. ഭരണഘടനയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവനാണ് താനെന്നും അംബേദ്കറിന്റെ ഈ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്ന പാവപ്പെട്ട കുടുംബാംഗമായ തനിക്ക് രാജ്യത്തെ സേവിക്കാനായതെന്നും മോദി എക്സിൽ കുറിച്ചു. വെള്ളിയാഴ്ച NDA യോഗത്തിലെത്തിയപ്പോൾ ഭരണഘടന തൊഴുന്ന ചിത്രവും മോദി പങ്കുവച്ചു. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന തിരുത്തുമെന്ന പ്രതിപക്ഷ വിമർശനം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നുള്ള വിലയിരുത്തലിലാണ് BJP. കേന്ദ്ര മന്ത്രിസഭാ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ നരേന്ദ്രമോദിയെ നേതാവായി നിർദ്ദേശിച്ചു. മുതിർന്ന BJP നേതാവും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ആണ് മോദിയെ NDAയുടെ നേതാവായി നിർദ്ദേശിച്ചത്. അമിത് ഷായും നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശത്തെ പിന്താങ്ങി. തുടർന്ന് കയ്യടികളോടെ അംഗങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുകയായിരുന്നു. മോദിയെ പ്രശംസിച്ചുകൊണ്ട് യോഗത്തിൽ രാജ്നാഥ് സിംഗ് സംസാരിക്കുകയും ചെയ്തു. ഐക്യകണ്ഠേന നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ താൻ ഏറെ ഭാഗ്യവാനാണെന്നും രാജ്യം ഭരിക്കാൻ സമവായം ആവശ്യമാണെന്നും യോഗത്തിൽ സംസാരിക്കവേ മോദി പറഞ്ഞു. യോഗത്തിന് എത്തിച്ചേർന്ന ഘടകകക്ഷി നേതാക്കളോടും തിരഞ്ഞെടുക്കപ്പെട്ട MPമാരോടും അദ്ദേഹം നന്ദി പറഞ്ഞു. ഇത്രയും വലിയ സംഘത്തെ വരവേൽക്കാൻ സാധിച്ചത് സന്തോഷമുള്ള കാര്യമാണ്. വിജയിച്ചവരെല്ലാം അഭിനന്ദനം അർഹിക്കുന്നു. രാവും പകലും അധ്വാനിച്ച പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. NDA സഖ്യം ഇന്ത്യയുടെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും മോദി പറഞ്ഞു. മോദിയുടെ വാക്കുകളിലേക്ക്: നിങ്ങൾ നൽകിയ പുതിയ ഉത്തരവാദിത്തത്തിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. 2019 സമാനമായ അവസരത്തിലും ഞാൻ സംസാരിച്ചത് വിശ്വാസത്തെക്കുറിച്ചാണ്. ഇതേ വിശ്വാസത്തെക്കുറിച്ചാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. പാർലമെന്റിൽ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ തുല്യരാണ്. അതിനാലാണ് കഴിഞ്ഞ 30 വർഷമായി NDA സഖ്യം ശക്തമായി മുന്നോട്ട് പോകുന്നത്. ജൂൺ 4-ന് ഫലം വരുമ്പോൾ ജോലി തിരക്കിലായിരുന്നു. പിന്നീട് വിളിച്ചവരോട് വോട്ടെണ്ണൽ യന്ത്രം ജീവനോടെ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിലും ജനാധിപത്യ പ്രക്രിയയിലും ജനങ്ങൾ വിശ്വസിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു. അവർ തുടർച്ചയായി EVMനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നു. ജൂൺ 4-ന് ഇതെല്ലാം അവസാനിച്ചു. 5 വർഷത്തേക്ക് EVMനെ കുറിച്ച് കേൾക്കേണ്ടി വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് മോദി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ഇത് NDAയുടെ മഹാവിജയമാണെന്ന് ലോകം വിശ്വസിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസം എങ്ങനെയാണ് കടന്നുപോയതെന്ന് നിങ്ങൾ കണ്ടതാണ്. NDA തോറ്റുപോയെന്നാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത്. പ്രവർത്തകരുടെ മനോവീര്യം ഉയർത്തുന്നതിനായിട്ടാണ് അവർക്ക് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിലെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷി സർക്കാർ ഇതായിരിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും സഖ്യകക്ഷികളുടെ സഹായത്തോടെ തുടർച്ചയായ 3-ാം തവണയാണ് മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. ഞായറാഴ്ചയാണ് 3-ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. യോഗത്തിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്താനും മോദി മറന്നില്ല. ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമുള്ള സഖ്യമെന്ന പരിഹാസം ഉയർത്തിയ മോദി 1 പതിറ്റാണ്ട് കഴിഞ്ഞാലും കോൺഗ്രസ് 100 കടക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് മോദിയുടെ നേതൃത്വത്തിൽ സഖ്യ സർക്കാർ അധികാരത്തിലേറുമ്പോൾ 3-ാം തവണയും പുറത്തിരിക്കാനാണ് കോൺഗ്രസ് മുന്നണിയുടെ വിധി.